മാധ്യമപ്രവർത്തനം തടസ്സപ്പെടുത്താൻ മുൻ പഞ്ചായത്ത് മെമ്പറുടെ ശ്രമം. ഇല്ലിത്തോട് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരുടെ കുറവ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെയാണ് മുൻ പഞ്ചായത്ത് മെമ്പറും PTA പ്രസിഡന്റുമായ മേരിദാസൻ തടയാൻ ശ്രമിച്ചത്. ഇയാൾ മൈക്ക് പിടിച്ചു മാറ്റുകയും ക്യാമറ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇല്ലിത്തോട് ഗവൺമെന്റ് UP സ്കൂളിലെ PTA പ്രസിഡന്റ് മേരിദാസൻ നടത്തിയത്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ഗവൺമെന്റ് UP സ്കൂൾ. 112 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. എന്നാൽ വേണ്ടത്ര അധ്യാപകർ ഇവിടെയില്ല. 8 അധ്യാപകരാണ് സ്കൂളിൽ വേണ്ടത്. എന്നാൽ 5 അധ്യാപകർ മാത്രമാണ് ഉള്ളത്. ഇത് ജനങ്ങളുടെയും അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി വാർത്താസംഘം ചെല്ലുമ്പോഴാണ് മേരിദാസൻ ചിത്രീകരണം തടസ്സപ്പെടുത്തിയത്. അധ്യാപകരുടെ കുറവിനെക്കുറിച്ച് പ്രധാന അധ്യാപകൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാർഷ്ട്യത്തോടെ കയറി വന്ന മേരിദാസൻ മൈക്ക് തട്ടിത്തെറിപ്പിക്കുകയും ക്യാമറ ബലമായി പിടിച്ചുമാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മേരിദാസന്റെ പ്രവർത്തനങ്ങൾ. വളരെ ധിക്കാരത്തോടെ പെരുമാറുകയും താൻ അറിയാതെ ഇവിടെ യാതൊന്നും നടക്കില്ല എന്ന രീതിയിലുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം. സ്കൂളിലെ അധ്യാപകരുടെ കുറവിനെക്കുറിച്ച് യാതൊരു ധാരണയും മേരിദാസന് ഇല്ലെന്ന് രക്ഷാകർത്താക്കൾ പറയുന്നു. അധ്യാപകരുടെ കുറവ് മൂലം ദിവസവേതനക്കാരായ അധ്യാപകരും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ശമ്പളം എങ്ങനെ നൽകുന്നുവെന്ന കാര്യം PTA പ്രസിഡന്റിന് അറിയില്ലെന്നും രക്ഷാകർത്താക്കൾ പറയുന്നു. സ്കൂളിനെക്കുറിച്ചുള്ള വാർത്ത സംപ്രേഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മേരിദാസൻ ഭീഷണിയോടെ പറഞ്ഞു. എന്ത് വന്നിട്ട് ഷൂട്ട് ചെയ്ത് പോന്നാ ഇത്തരത്തിലുള്ളവരാണ് സ്കൂളിന്റെ ശാപമെന്ന് രക്ഷാകർത്താക്കൾ പറയുന്നു. സാധാരണക്കാരായ കുടുംബത്തിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. എന്നാൽ സ്കൂളിനെ നല്ല രീതിയിൽ ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. പലപ്പോഴും ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവരെയാണ് ഇവിടെ അധ്യാപകരായി നിയമിക്കുന്നത്. സ്കൂളിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ട ഗതാഗത സൗകര്യവും ഇല്ല. അതിനാൽ നിയമനം ലഭിച്ചവർ മറ്റു സ്കൂളുകളിലേക്ക് മാറിപ്പോവുകയാണ്. ഈ സ്ഥാപനത്തെ ഒരു മോഡൽ സ്കൂളാക്കി മാറ്റണമെന്നാണ് പ്രധാന അധ്യാപകന്റെ ആഗ്രഹം. ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് PTA പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നത്. LPSA 3 പോസ്റ്റ് സ്കൂള് തുറക്കുന്ന ദിവസം മുതൽ വേക്കൻ്റായി കിടക്കുകയായിരുന്നു. അപ്പം അതിനിടയിൽ 2 PSC നിയമനങ്ങൾ നടന്നു. അതിൽ നമുക്ക് ഒരാൾ ഈ ഓഗസ്റ്റ് മാസം 14-ാം തീയതി കിട്ടി. ഓഗസ്റ്റ് 14 വരെയും ആ പോസ്റ്റ് വേക്കൻ്റായി കിടക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ആ നില തന്നെ തുടരുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ദിവസവേതനത്തിൽ LPSA നിയമിക്കാൻ വേണ്ടി നമ്മളൊരു ശ്രമം നടത്തി. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു മൗനാനുവാദം തന്ന് നമ്മൾ അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂളിനെ എന്നും അലട്ടുന്നൊരു പ്രശ്നം ഈ സ്ഥിരാധ്യാപകർ ഇല്ലാതെ പോകുന്നു. ഇവിടെ ടീച്ചേഴ്സാണെങ്കിൽ 2 പേര് +2 യോഗ്യതയുള്ളത്, +2-ൽ റാങ്ക് ഹോൾഡേഴ്സാണ്. MA ഉള്ളവരുണ്ട്. ഇത്രമാത്രം യോഗ്യത ഉണ്ടെങ്കിലും നമ്മുടെ പൊതുജനത്തിന് അതേക്കുറിച്ച് അത്രമാത്രം ഒരു ഇമ്പ്രഷൻ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ്. ഏതായാലും എനിക്കൊരാഗ്രഹം ഈ സ്കൂളൊരു മാതൃകാ സ്കൂളായിട്ട് മാറണം. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ജനപ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെ എല്ലാ ഒരു പൂർണ്ണ സഹകരണത്തോടെ ഒരു നല്ല ഒരു മാതൃകാ സ്കൂളാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഭാവി വാഗ്ദാനങ്ങളായ നിരവധി കുരുന്നുകളുടെ പഠനമാണ് ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ മൂലം ഇല്ലാതാകുന്നത്. ഇത്തരക്കാരെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ സ്കൂളുകൾക്ക് ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ. അധികൃതരും ജനങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വാർത്തകൾ ഇവരുടെ മുന്നിലെത്തിക്കാനാണ് ക്ലിയർ വിഷൻ എന്നും ശ്രമിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ അതിൽ വിജയിക്കാനും ക്ലിയർ വിഷന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 10 വർഷമായി ഒരു മുടക്കവുമില്ലാതെ വാർത്തകൾ സംപ്രേഷണം ചെയ്യപ്പെടുന്നതും. വാർത്തയിലെ സത്യസന്ധത മൂലമാണ് ക്ലിയർ വിഷൻ വാർത്തകൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതും.
ഇത്തരത്തിൽ മാധ്യമപ്രവർത്തനം തടയപ്പെട്ടാൽ ഒരുപക്ഷെ നിങ്ങളുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാകും ഇല്ലാതാവുക. അത് ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്.